കാട്ടാനക്കലിയിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാറാണ് ഇന്നലെ രാത്രി ഒറ്റയാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ കൈമാറി. പറക്കമുറ്റാത്ത കുഞ്ഞുമക്കൾക്ക് ബിസ്ക്കറ്റും വാങ്ങി വരാമെന്ന് പറഞ്ഞാണ് അച്ഛൻ സുരേഷ് ഇന്നലെ ഓട്ടം പോയത്. കൊല്ലാനായി വഴിയിൽ കലിമൂത്തൊരൊറ്റയാൻ നിലയുറപ്പിച്ചിരുന്നത് ആ മനുഷ്യൻ കണ്ടിരുന്നില്ല. എസ്റ്റേറ്റ് ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് തൊഴിലാളികളുമായി വീട്ടിലേക്ക് മടങ്ങവേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആക്രമണം. ഓട്ടോ കുത്തിമറിച്ചു. സുരേഷിനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയടിച്ചു. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அண்ணன் கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். அந்த அண்ணன் கீழே விழுந்த உடனே யானை இப்படியே தூக்கி எரிஞ்சிருச்சு. அந்த அண்ணனை 3 தடவை தூக்கி எரிஞ்சிச்சு. ഓട്ടോയിൽ ഒപ്പമുണ്ടായിരുന്ന 4 പേരും ചികിത്സയിലാണ്. കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു 45-കാരനായ സുരേഷ് കുമാർ. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി. നാട് കയറിയുള്ള വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ പല കുറിയാല തല്ലി. എന്നാൽ ജീവന് വേണ്ടിയുള്ള സമരമുദ്രാവാക്യങ്ങൾ മലയോര മേഖലയുടെ വേദന അകറ്റിയില്ല. കാടുകൊണ്ട് മുറിവേറ്റവരുടെ കണ്ണീർ ഇന്ന് മൂന്നാറിന്റെ മണ്ണിനെയും നനച്ചു. அந்த பிள்ளைகளுக்கு நீங்க என்ன பண்ண போறீங்க? அவன் ஒய்ஃபுக்கு நீங்க என்ன பண்ண போறீங்க? நான் அம்மா, அதாவது எனக்கு அவன் கொல்லி போட்டிருக்கணும். ஆனா எனக்கு என் பிள்ளைக்கு கொல்லி போட்டிருக்கு. நான் வந்துட்டேன். எல்லாத்திட்டும் என் பிள்ளை சொல்லுவான், எங்க அம்மா செத்து போயாச்சுன்னா நானே தோல்ல தூக்கிட்டு போய் ചുടുകാട്ടിലെ കൊണ്ടുപോയി പോടുവേ, എവനും വര വേണ്ടാന്ന് ചൊല്ലി എൻ പിള്ളை സവാൽ വിടും. இன்னைக்கு என் பிள்ளை போய்தான். ഇന്നലെ വയനാട്, ഇന്ന് ഇടുക്കിയിൽ, നാളെ എവിടെയാണ്? മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.